പ്രിയമുള്ളവരെ, ഞാൻ കഴിഞ്ഞ ഒരു ഭാഗത്തിൽ ഞാൻ ഈ മരിച്ചവരോടുള്ള പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തിയിരുന്നു. വീണ്ടും അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് തന്നെ വീണ്ടും നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ അന്ധവിശ്വാസത്തിൽ കഴിയുന്നവരെ വിടുവിക്കുവാൻ ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ സാത്താൻ അവരുടെ മനസ്സിനെ കെട്ടി, അവരുടെ ഹൃദയങ്ങളെ കെട്ടി, അവരുടെ ചിന്തകളെ കെട്ടി. കർത്താവിൻ്റെ സത്യസുവിശേഷം, കർത്താവിൻ്റെ സത്യവചനം കേൾക്കുവാൻ അവർ തയ്യാറേ അല്ല. ഞങ്ങൾക്കതൊന്നും കേൾക്കണ്ട. വീണ്ടും അവർ പറയുന്നത് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മതമെന്നാണ് പറയുന്നത്. ക്രിസ്തീയ മതം. ഏത് ഭാഗത്തിലാണ് ക്രിസ്തീയ മതം എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് എനിക്ക് കാണിച്ചു തരാമോ ആരെങ്കിലും? കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് മതം സ്ഥാപിക്കാനാണെന്ന് ഏതെങ്കിലും ഒരു വ്യക്തി പറയുമെങ്കിൽ അവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുമില്ല. ഏതൊരു വ്യക്തി വിശ്വസിക്കുന്നുവെങ്കിൽ അവനും കർത്താവിനെ അറിഞ്ഞിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു മതവും സ്ഥാപിക്കാൻ വന്നില്ല. താൻ വന്നത് ആബ്രഹാമിൻ്റെ സന്തതികളെ രക്ഷിക്കാൻ, അതായത് പാപത്തിൻ്റെ പിടിയിൽ കുടുങ്ങിക്കിടന്ന, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനത്തെ വിടുവിക്കുവാൻ, പാപത്തിലും ശാപത്തിലും രോഗത്തിലും അടിമപ്പെട്ട് കിടന്ന ഒരു കൂട്ടം ജനത്തെ വിടുവിക്കുവാനാണ് സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അല്ലാതെ ഒരു മതം സ്ഥാപിക്കാനല്ല. കർത്താവ് വന്നു, കർത്താവിൻ്റെ കാര്യങ്ങളെ ഭംഗിയായി ഈ ഭൂമിയിൽ ചെയ്തു. കർത്താവ് ഈ സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു. ഇന്ന് സർവ ലോകം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവമായി നാം കാണുകയും ചെയ്യുന്നു, നാം അനുഭവിക്കുകയും ചെയ്യുന്നു. ആ കർത്താവിൻ്റെ തിരുവചനമാണ് ഇന്ന് ലോകമെല്ലാം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതും അനേകർ ഈ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ടതും അനേകർ സുവിശേഷം കേട്ടിട്ട് തങ്ങളുടെ പാവങ്ങളെ ഉപേക്ഷിച്ചതും മദ്യപാനം ഉപേക്ഷിച്ചതും പല പല ദുശീലങ്ങളെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു നല്ല ഒരു കുടുംബത്തിന് നല്ലൊരു മകളായി ഇന്ന് ജീവിക്കുന്നതും അനേകർ ഈ കർത്താവിൻ്റെ വചനം എടുത്തുകൊണ്ട് ഇന്ന് സുവിശേഷ വേലകൾ ചെയ്യുന്നുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്, ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. കർത്താവിൻ്റെ വചനമാണ് ഇതിൻ്റെ പുറകിൽ ഉള്ളത്. സത്യസുവിശേഷം കേൾക്കാൻ തടയുന്ന ഏതൊരാത്മാവും ദൈവത്തിൻ്റെ ആത്മാവല്ല. ഇന്ന് പല പല വ്യക്തികളോട് ഞാൻ ഈ സുവിശേഷങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ചിലർ പറയുന്നത് ഞങ്ങളെല്ലാം യേശുക്രിസ്തുവിനെ അറിയുന്നവരാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മപ്പെടുത്തി, ഞങ്ങൾ ആബ്രഹാമിൻ്റെ സന്തതികളാണ് എന്ന് പറയുന്നത് പോലെ ഇവർ പറയുന്നത് ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങളോട് സുവിശേഷമൊന്നും നിങ്ങൾ അറിയിക്കേണ്ട. അറിയാത്തവരോട് അറിയിക്കുക. ശരിയാണ്, നിങ്ങൾ അറിയുന്നവർ തന്നെ, കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ അറിയുന്നവർ തന്നെ, അതിൽ ഒരു സംശയവുമില്ല. അവരോട് സംശയം ചോദിക്കുമ്പോൾ നിങ്ങളുടെ പോപ്പ് ആരെന്ന് ചോദിച്ചാൽ ആദ്യത്തെ പോപ്പ് പത്രോസ്. ശരി, പത്രോസ് തന്നെയാണ് പോപ്പെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ പത്രോസ് പറഞ്ഞ ആ കാര്യങ്ങളെ നിങ്ങൾ വിശ്വസിക്കാത്തതുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ വ്യക്തമായി പത്രോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ആ പ്രസംഗത്തെ നിങ്ങൾ ഒന്ന് കേൾക്കാത്തത് എന്തുകൊണ്ട്? അത് വേണ്ട. ഏതെങ്കിലും ഒരു പുരോഹിതൻ പറഞ്ഞു സുവിശേഷം മാത്രം മതി, അപ്പോസ്തലന്മാർ പ്രസംഗിച്ച കാര്യം ഒന്നും വേണ്ട, അവർ പറഞ്ഞ് ജനത്തെ ആത്മാവിൽ നടത്തിയ വിധങ്ങളൊന്നും വേണ്ട, സത്യസുവിശേഷം അറിയിച്ചതും വേണ്ട. പുരോഹിതൻ പറഞ്ഞു നിങ്ങൾ അടുത്തവൻ്റെ സുവിശേഷമൊന്നും കേൾക്കണ്ട, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കണ്ട. എന്തുകൊണ്ട്? അത് കേട്ട് കഴിഞ്ഞാൽ ഇവർ വെളിച്ചം കാണും, ഇവർ സത്യദൈവത്തെ പൂർണ്ണമായി ആരാധിക്കാൻ തുടങ്ങും. എത്രമാത്രം അന്ധകാരത്തിലാണ് ഈ ജനത്തെ ഇവർ വച്ചിരിക്കുന്നുവെന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, അതിൽ കിടക്കുന്നവർ വേണമെങ്കിൽ അവർ മാനസാന്തരപ്പെട്ടോട്ടെ, വേണമെങ്കിൽ അവർ രക്ഷപ്പെട്ടോട്ടെ, സുവിശേഷം അവർ വേണമെങ്കിൽ കേട്ടോട്ടെ. എന്നാൽ ഞാൻ ഈ പറയുന്നത്
അല്പവിശ്വാസത്തിൽ കഴിയുന്ന ഓരോ വിശ്വാസികളോടും ക്രിസ്ത്യാനികളോടുമാണ്. അല്പവിശ്വാസം, അവരാണ് ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിൽ കുടുങ്ങിപ്പോകുന്നത്. നിങ്ങൾ അന്ധവിശ്വാസത്തിൽ കുടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് ഈ കർത്താവിൻ്റെ വചനത്തെ നിങ്ങൾ ഓരോ ദിവസവും ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. സാത്താൻ വളരെ തന്ത്രപൂർവമാണ് ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ തന്ത്രപൂർവം സാത്താൻ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ കൊണ്ട് ആഭിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ ചെയ്യുന്നത് ആഭിചാരമാണെന്ന് അവർ തിരിച്ചറിയണില്ല. ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോയ ഏതൊരു വ്യക്തിയും, അത് പ്രവാചകന്മാരായിക്കോട്ടെ, അപ്പോസ്തലന്മാരായിക്കോട്ടെ, ഈ ഭൂമിയിൽ ജീവിച്ചു പോയ മറിയ ആയിക്കോട്ടെ, ആരായാലും ശരി, നമ്മളെ സഹായിക്കാൻ വരത്തില്ല. നമ്മൾ ഈ ഭൂമിയിൽ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൻ്റെ മുകളിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ അവൻ്റെ അടിസ്ഥാനത്തിലാണ് നിർത്തിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 3:11 അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നമ്മൾ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. എടുത്ത് വായിച്ചു നോക്കുക, 1 കൊരിന്ത്യർ 3:11. അപ്പോൾ ആ അടിസ്ഥാനത്തിൻ്റെ മേലാണ് നമ്മളെ പണിതിരിക്കുന്നത്. അത് മാത്രമല്ല, അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ കാൺമിൻ നാം എത്ര വലിയ ഭാഗ്യം ചെയ്തു. യോഹന്നാൻ ഇതിനെക്കുറിച്ച് പറയുകയാണ്. 1 യോഹന്നാനിൽ അത് നമുക്ക് കാണുവാൻ സാധിക്കും. 1 യോഹന്നാനിൽ പറഞ്ഞു, കാൺമിൻ നാം എത്ര വലിയ ഭാഗ്യമാണ് ചെയ്തിരിക്കുന്നത്. ദൈവമക്കളെന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ആ കൃപ നൽകിയെന്ന് പറഞ്ഞ് യോഹന്നാൻ പ്രത്യേകിച്ചും അതിനെക്കുറിച്ച് എടുത്തു പറയുകയാണ്. എത്ര വലിയ ഭാഗ്യമാണ് ചെയ്തിരിക്കുന്നുവെന്ന്, ദൈവമക്കളെന്ന് വിളിക്കാൻ പെടുവാൻ. അങ്ങനെ ദൈവമക്കളെന്ന് പറയാൻ തക്കവണ്ണം നമുക്കൊരു ഭാഗ്യം ദൈവം തന്നു. അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള ഒരു ഭാഗ്യം തന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നാം ആ അപ്പാ പിതാവേ എന്ന് വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് വിട്ടിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു പോയവരെ സഹായത്തിന് വിളിക്കുമ്പോൾ നമുക്ക് ദൈവമായിട്ടൊരു ബന്ധമില്ലയോ? നാം ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട ആവശ്യമാണ്. നമുക്കൊരു ബന്ധമില്ലയോ? ഇതാ നോക്കി, 1 യോഹന്നാൻ 3-ാം 1-ാമത്തെ വാക്യത്തിൽ, കാൺമിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, ലോകം അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മളെയും അറിയുന്നില്ല. എന്നാൽ ദൈവമക്കളാകുവാൻ തക്കവണ്ണം എത്ര വലിയ സ്നേഹമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നുവെന്ന് അപ്പോസ്തലനായ യോഹന്നാനിൽ കൂടെ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ താൻ നിർമ്മലീകരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളെ അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശം തന്ന് ഇത്രത്തോളം സ്നേഹത്തോടുകൂടെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന ഈ അന്ധവിശ്വാസത്തെ എങ്ങനെയാണ് ഓരോരുത്തരും എടുത്തുകൊണ്ട് ദൈവത്തോട് മത്സരിക്കുന്നത്? ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് എന്തിനാണ്? എന്തിന് നീ ഭയപ്പെടുന്നു? പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തിന് ഭയപ്പെടുന്നു? അപ്പോസ്തലനായ പൗലോസ് ഇതിനെ അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. റോമയിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ സുവിശേഷങ്ങളെ കേൾക്കാതെ ജനങ്ങൾ, അവിടുത്തെ പുരോഹിതന്മാരും അവിടുത്തെ ജനങ്ങളും ഇവരോട് മത്സരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാനിതാ ജാതികളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. അന്ന് തൊട്ടേ ഇവർ ഈ സുവിശേഷത്തിനെതിരായി മത്സരിക്കുന്നവരാണ്. കർത്താവിൻ്റെ സുവിശേഷത്തെ ഭക്തിയോടുകൂടെ സ്വീകരിക്കാത്തവരാണ്.
ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞു. ഏകദേശം 2000 വർഷം വരെ ആയി ഈ സഭ ഈ ഭൂമിയിൽ രൂപപ്പെട്ടിട്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് തുടങ്ങിയത് ഇപ്പോൾ അല്ല, 2000 വർഷം വരെ ആകുന്നു. അന്നേ ഈ പ്രശ്നമുണ്ട്. അപ്പോസ്തലന്മാർക്ക് എതിരായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കൂട്ടം ജനമാണ് ഇവർ. അതുകൊണ്ടാണ് അവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യത്തെ വ്യക്തമായി എടുത്ത് അവിടെ പറയുകയാണ്, നിങ്ങളെക്കുറിച്ച് യെശയ്യാ പ്രവാചകനിൽ ഇങ്ങനെ പ്രവചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശക്തമായി ഉപദേശിക്കുന്ന ഒരു ഉപദേശം ഇവിടെ കാണുവാൻ സാധിക്കും. ഇതാ 28:26, അപ്പോസ്തല പ്രവൃത്തി 28:26 എടുത്ത് വായിച്ചു നോക്കുക. ഇത് യെശയ്യാ പ്രവാചകനിലുള്ള ഒരു പ്രവചനമാണ്. നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതെയും കണ്ണുകൊണ്ട് കണ്ടിട്ട് കാണാതെയും കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിൻ്റെ അടുക്കൽ പോയി പറക എന്ന് അപ്പോസ്തലനായ പൗലോസിനോട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതാണ്. നീ ചെന്ന് പറ. ഇവർ കണ്ണുകൊണ്ട് കാണുന്നില്ല, ചെവി കൊണ്ട് കേൾക്കുന്നില്ല, കേട്ടിട്ടും ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇവരെ സൗഖ്യമാക്കാതിരിക്കാൻ വേണ്ടി ഇവരുടെ കണ്ണുകളെ ഇവരുടെ കാതുകളെല്ലാം കെട്ടിയിരിക്കുകയാണ്. സാത്താനായവൻ ഇവരെ കെട്ടിയിരിക്കുകയാണ്. സാത്താനായവൻ ഇവരുടെ ചെവിയെ കെട്ടിയിരിക്കുകയാണ്, ഇവരുടെ കണ്ണുകളെ കെട്ടിയിരിക്കുകയാണ്, ഇവരുടെ ഹൃദയങ്ങളെ കെട്ടിയിരിക്കുകയാണ്, ഇവരുടെ മനസ്സിനെ കെട്ടിയിരിക്കുകയാണ്, ഇവരുടെ ചിന്തയെ കെട്ടിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇത്തിരി സന്തോഷവും സമാധാനവും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലയോ? ഇല്ല, ഈ കള്ളന്മാർ പറയുന്ന കേട്ടുകൊണ്ട് നിങ്ങൾ സഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണെന്നുള്ള ചിന്ത നിങ്ങൾക്ക് എന്തുകൊണ്ട് വരുന്നില്ല? കർത്താവ് വ്യക്തമായി പറയുകയാണ്, ഇവർ കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ ചെയ്യാതിരിക്കാനും ഞാൻ വന്നിവരെ സൗഖ്യമാക്കാൻ സമ്മതിക്കാതെ ഈ ജനത്തിൻ്റെ ഹൃദയങ്ങളെ തടിപ്പിച്ചു വച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൽ കൂടെ നാം വിടുവിക്കപ്പെടണമെങ്കിൽ കർത്താവിൻ്റെ വചനം നാം ശ്രവിച്ച് കർത്താവിൽ ചേർന്ന് പോകണം. അല്ലാതെ ഈ കെട്ടുകഥകളെ നാം ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ. ഇവർ പറയുന്നല്ലോ, ഇവർ നിങ്ങളെ അന്ധവിശ്വാസത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നല്ലോ. മറിയ സ്വർഗത്തിൽ പോയെന്ന് പറയുന്നു. ഏത് വേദപുസ്തകത്തിലാണ് പറയുന്നത്? അവരുടെ വേദപുസ്തകത്തിൽ പറയുന്നു. അവർ പറയുന്ന ഈ വേദപുസ്തകം സാത്താൻ്റെതാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ വേദപുസ്തകം ഇത് പൈശാചിൻ്റെതാണെന്നാണ് അവർ പറയുന്നത്. അവരുടെ വേദപുസ്തകമാണ് സത്യമെന്ന് പറയുന്നു. അവർ പറയുന്നത് അത് ക്രിസ്തീയ മതമാണെന്ന്. ഏത് പുസ്തകത്തിലാണ് ക്രിസ്തീയ മതം പഠിപ്പിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയെയും സ്വർഗത്തിലെ ദൈവം വിളിക്കുന്നത് പുത്രൻ എന്നാണ്, മക്കൾ എന്നാണ് വിളിക്കുന്നത്. അത് ഈ ഭൂമിയിൽ ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മീതെയുള്ള ഏതൊരു വ്യക്തിയായാലും ശരി, കർത്താവായ യേശു ക്രിസ്തുവിൽ അവൻ പൂർണ്ണ വിശ്വാസത്തോടുകൂടെ അവൻ ചേരുന്നുവെങ്കിൽ അവനെ അപ്പാപിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്ന് ദൈവം അനുഗ്രഹിക്കുകയാണ്. ഏത് മതം ഉണ്ടാക്കാൻ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്? എങ്ങനെയാണ് നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ അപമാനിക്കുന്നു? യേശു ക്രിസ്തുവിൻ്റെ ആ നാമത്തെ നിങ്ങൾ ദുഷിപ്പിക്കുന്നു ജനങ്ങളുടെ നടുവേ. എന്ത് നേടാനാണ് ഇത് എല്ലാം നിങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്കൊന്നും അറിയുന്നില്ല. ജനം എങ്ങനെയാണ് ഇതിനെ സഹിക്കുന്നുവെന്നും എനിക്കറിയുന്നില്ല. എത്രമാത്രം ഇവരെ അടിമപ്പെടുത്തി വച്ചിരിക്കുന്നുവെന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം അപ്പാപിതാവേ എന്ന് വിളിക്കാൻ നിനക്കൊരു അവകാശം തന്നിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നീ ചത്തവരോട് നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ശരി, അവർ ചത്തില്ല, മൗനതയിലാണ്. മൗനതയിലായ ഒരു വ്യക്തി നിന്നെ എങ്ങനെ സഹായിക്കും? ആബ്രഹാം പിതാവിൻ്റെ ആ ചരിത്രം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അവിടെ പറയുന്നില്ലയോ? ആബ്രഹാം പിതാവ് പറയുകയാണ്, മകനെ, ധനവാനോട് പറയുന്ന ഒരു കാര്യം, മകനെ,
ഞങ്ങൾക്ക് അങ്ങോട്ട് വരാനും പറ്റില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരാൾക്കും വരാൻ പറ്റില്ല. ധനവാൻ പറയുമ്പോൾ നീ എൻ്റെ സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ലാസറിനെ അയക്ക്. അപ്പോൾ പറയുകയാണ്, ഇവിടുന്ന് ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അവിടെ പ്രവാചകന്മാരുണ്ട്, അവരുടെ വാക്ക് കേൾക്കട്ടെ. പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ ന്യായപ്രമാണമുണ്ട്, അതെല്ലാം അവർ അനുസരിക്കട്ടെ, കേൾക്കട്ടെ, സുവിശേഷം കേൾക്കട്ടെ. അത് കേട്ട് മാനസാന്തരപ്പെടാത്തവൻ മരിച്ചവൻ ഒരുത്തൻ ചെന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല എന്ന് പറയുന്നു. പ്രിയമുള്ള, എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? എന്തിനാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ കണ്ണ് തുറക്കണില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ ചിന്തയെ തുറക്കണില്ല? എന്തുകൊണ്ട് ഇവരുടെ അന്ധവിശ്വാസത്തിൽ കഴിയുന്നു? അമ്മ 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 ഏതമ്മയാണ് ഇവിടെ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്? ഏതമ്മയാണ് പ്രസംഗിച്ചത്? അമ്മ പോലും ഇവിടെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന കൂട്ടത്തിലായിരിക്കുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ അതിനെ പോലും അപമാനപ്പെടുത്തുകയില്ലേ? പരിശുദ്ധമായ ഒരു സ്ത്രീയെ കർത്താവ് തിരഞ്ഞെടുത്ത് ഈ ഭൂമിയിൽ വരുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തു. ആ സ്ത്രീ, ആ മറിയ തൻ്റെ ജോലിയെ ഭംഗിയായി നിർവഹിച്ചു. ദൈവത്തിന് പ്രിയമുള്ളവളായിരിക്കുന്നു, എല്ലാവരും ബഹുമാനിക്കുന്നവളായിരിക്കുന്നു. അവളെപ്പോലും നിങ്ങൾ ഇത്രമാത്രം അപമാനിക്കുന്നല്ലോ. എത്രമാത്രം അപമാനിക്കുന്നു! നിങ്ങളെല്ലാം എങ്ങനെ ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു പോകും? ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ഒഴിഞ്ഞു പോകും? ദൈവം പ്രവചിച്ചിരിക്കുന്നു, ദൈവം പറഞ്ഞിരിക്കുന്നു, വലിയ അനർത്ഥങ്ങളും വലിയ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ഇത് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിലേക്ക് വരാൻ പോകുന്നു. മാനസാന്തരപ്പെടുമെങ്കിൽ തീർച്ചയായും ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷ പ്രാപിക്കും. മാനസാന്തരപ്പെടുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കും എന്ന് പരിശുദ്ധാത്മാവിൽ ഇത് ഞാൻ വെളിപ്പെടുത്തുകയാണ് നിങ്ങൾക്ക്. വലിയ അനർത്ഥങ്ങളും വലിയ ദുഃഖങ്ങളും വേദനകളും നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് കർത്താവ് വ്യക്തമായി ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു മാത്രമേ സർവ്വത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു മാത്രം, അവനെ മാത്രമേ ശരണം പ്രാപിക്കാവൂ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ സമാധാനത്തോടെ സന്തോഷത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാൻ ഇടയാകേണ്ടതിന്, ഇല്ല എങ്കിൽ കഴിഞ്ഞു, ആ സമയം കഴിഞ്ഞു. സാത്താൻ്റെ ആ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കർത്താവിൻ്റെ സമയം വന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് വരാറായി. കർത്താവായ യേശു ക്രിസ്തു വരാറായി. ഈ ഭൂമിയെ ന്യായവിധിക്കാൻ വരാറായി. ആ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ആ കർത്താവാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ടുകൊള്ളുവിൻ. മതം എന്ന് പറഞ്ഞു ഉടഞ്ഞ മതപിശാച് നിങ്ങളെ ശരീരത്തിൽ ഇരിക്കുന്നുവെങ്കിൽ അതിനെ എടുത്തു മാറ്റുക. യേശു ക്രിസ്തു ഒരു മതവും സ്ഥാപിക്കാൻ ഈ ഭൂമിയിൽ വന്നില്ല. തന്നെ വിശ്വസിച്ച, അതായത് ഈ ഭൂമിയിൽ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരുന്ന സമയത്ത് ജനമാണ് വിളിച്ചത്. ഇവരുടെ പ്രവൃത്തി കണ്ടിട്ട്, ഇവരുടെ ആ നടപ്പ് കണ്ടിട്ട്, ഇവർ എങ്ങനെയാണ് ഇത്രയും വിശുദ്ധിയോടെ മാനസാന്തരപ്പെട്ട് ഇത്രയും കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഇവരുടെ പ്രവൃത്തിയെ കണ്ടിട്ട് ഈ ലോകം വിളിച്ച പേരാണ് ക്രിസ്ത്യാനി. ലോകം വിളിച്ച പേര് ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ അത് കാണുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 11-ാമത്തെ അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. ഈ ലോകത്തിൽ ആദ്യമായി 11-ന്റെ-26-ാമത്തെ വാക്യം, അന്തോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികളെന്ന് അവർക്ക് പേരുണ്ടായി. ഈ ജനം പറഞ്ഞതാണ്. ക്രിസ്ത്യ മതം ഉണ്ടാക്കാൻ വന്നു പറഞ്ഞുകൊണ്ട് ഏത് മൂടനാണ് ഈ ലോകത്തിൽ പറഞ്ഞത്? അവനെ മൂടനെന്ന് പറയാതെ പിന്നെ എന്തെന്ന് പറയാനാണ്? ക്രിസ്തു മതം എന്ന് പറയുന്നവൻ. ബൈബിളിൽ അങ്ങനെ ഒരു സ്ഥലത്ത് മതത്തിനെ കുറിച്ച് പറയണേ ഇല്ല. എങ്ങനെയാണ് ഈ ലോകത്തിൽ ജനത്തിനെ ഇത്രമാത്രം മൂഢത പഠിപ്പിക്കുന്നത്? ജനത്തിൻ്റെ കണ്ണുകളെല്ലാം കെട്ടിവെച്ചിരിക്കുകയാണ്, ജനത്തിൻ്റെ ഹൃദയങ്ങളെ കെട്ടിവെച്ചിരിക്കുകയാണ്, ജനത്തിൻ്റെ മനസ്സിനെ കെട്ടിവെച്ചിരിക്കുകയാണ്, സാത്താൻ്റെ പിടിയിൽ വരെ കുടുക്കി വച്ചിരിക്കുകയാണ്. ചെറിയവരെയും വലിയവരെയും കൊണ്ട് ആഭിചാരം ചെയ്യിക്കുന്നു. ആ ആഭിചാരം, ജപമാല എന്ന് പറഞ്ഞ് നിങ്ങൾ നടത്തുന്നത് ആഭിചാരമാണെന്ന് ഞാൻ 100 വട്ടം പറയുന്നു. എത്ര വട്ടം പറഞ്ഞാലും മതിയാവില്ല. ആഭിചാരമാണ്. ഇതിൽ കൂടെ പ്രവർത്തിക്കുന്നത് ദുരാത്മാവാണ്, ഭൂതമാണ്, ദുഷ്ട ആത്മാവാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എനിക്കൊന്നും തരണ്ട. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നടത്തുന്നത് ആഭിചാരമാണ്, ഭൂത ആരാധനയാണ്. ചത്തവരോട് പ്രാർത്ഥിക്കുന്ന, ഈ ഭൂമിയിൽ ജീവിച്ചു പോയ
മൗനതയിലായവരോട് പ്രാർത്ഥിക്കുന്ന ഏതൊന്നും ആഭിചാരമാണ്. ആഭിചാരം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ആഭിചാരമാണ്. ഈ ആഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക. ഇവർ ആരും നിങ്ങൾക്കൊന്നും തരികില്ല. ഒരാത്മാവ് നഷ്ടപ്പെട്ടാൽ അത് ദൈവത്തിനാണ് നഷ്ടം. നിങ്ങൾ ഇവരുടെ വാക്ക് കേട്ടുകൊണ്ട് നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവർ നിങ്ങളെ കുടുക്കിയിട്ടിരിക്കുകയാണ്. കുടുക്കലാണ്. ഇവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടോളുക. അല്ലാതെ നിങ്ങൾ പറയും ഞങ്ങൾ ക്രിസ്തീയ മതമാണ്. ഒരു ക്രിസ്തീയ മതത്തെ ഉണ്ടാക്കുവാൻ ദൈവം വന്നില്ല. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഒരു മതം ഉണ്ടാക്കാൻ വന്നില്ല. ഞാൻ വീണ്ടും പറയുകയാണ്, ഇവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടോളുക. വലിയ അനർത്ഥങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിൽ വന്നു ഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ രക്ഷപ്പെട്ടോളുക. അവിടെ പറഞ്ഞിരിക്കുകയാണ് വ്യക്തമായി തിരുവചനത്തിൽ. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവർ കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെ ഇരിക്കേണ്ടതിന് ഇവരുടെ കണ്ണുകളെല്ലാം കെട്ടിയിരിക്കുകയാണ്. ഞാൻ വന്ന് ഇവരെ സൗഖ്യമാക്കാതിരിക്കാൻ വേണ്ടിയും. പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും പറയുകയാണ്, ഇതാ അടുത്തതായി അപ്പോസ്തലനായ പൗലോസ് കൂടെ പരിശുദ്ധാത്മാവ് തിമോത്തിയസ് ലേഖനം 1-ാം ലേഖനത്തിൽ ഇതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2-ന്റെ 6 വാക്യം ഇതാ വായിച്ചു നോക്കുക. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ താൻ കൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തു തന്നെ. മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന മനുഷ്യനായ യേശു ക്രിസ്തു തന്നെയാണ് നമുക്ക് മധ്യസ്ഥൻ. പിതാവായ ദൈവത്തിൻ്റെ അടുക്കലിരുന്ന് പക്ഷവാദം ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് തിരുവചനത്തിൽ. നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. പിതാവായ ദൈവത്തിൻ്റെ അടുക്കലിരുന്ന് ഈ ഭൂമിയിൽ പുത്രനായി വന്നതുകൊണ്ട്, പുത്രനായി മനുഷ്യനായി വന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ നമ്മളെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ തന്നെയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതും അവൻ തന്നെയാണ് നമ്മളെ സഹായിക്കാനുള്ളവനും അവൻ തന്നെയാണ് മധ്യസ്ഥൻ. എന്തു വേണമെങ്കിലും ആ ക്രിസ്തുവിനോട് പറയാം. അവൻ മധ്യസ്ഥൻ നിൽക്കും നമുക്ക് വേണ്ടി. നമ്മളെ ശരീരത്തിലോ നമ്മളെ ബലഹീനതയിലോ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ഏതെങ്കിലും ഒരു പാപത്തിലോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ അടിമപ്പെട്ട് കിടക്കുകയാണോ, എന്നാൽ അത് കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ തുറന്നു പറ. ആ കർത്താവ്, ആ മധ്യസ്ഥനായ കർത്താവ് നമ്മളെ വിടുവിക്കും, നമ്മളെ സഹായിക്കും. അവൻ്റെ ആത്മാവിനെ നമുക്ക് തരും. നമുക്ക് മനം തിരിയണം. മാനസാന്തരം എന്ന് പറയുന്ന ഒരു ഹൃദയം നമ്മളിൽ വരണം. ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ അവൻ നമ്മളെ സഹായിക്കും. അല്ലാതെ ഇവിടെ ഒരു അമ്മയും സഹായിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അമ്മ പോലും ക്രിസ്തുവിനെ ആശ്രയിച്ചവരാണ്. യേശു ക്രിസ്തുവെ ആശ്രയിച്ചതാണ് അമ്മ. അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായത്തിൽ നോക്കുക. ശിഷ്യന്മാരോടുകൂടെ, സഹോദരന്മാരോടുകൂടെ. എന്നാൽ ഇവരെ വീണ്ടും ഒരു മുറിവാക്യം പറഞ്ഞ് പഠിപ്പിച്ചു വച്ചിരിക്കുന്നു. എന്തെന്നറിയാമോ പ്രിയമുള്ളവരെ? ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് വലിയ വേദനയുണ്ട്, പ്രയാസമുണ്ട്. ഒരു മുറിവാക്യം. എന്ത് മുറിവാക്യം എന്നറിയാമോ? സഹോദരങ്ങൾ. ഞാൻ ഇവരുടെ അടുത്ത് പറയുമ്പോൾ മറിയയ്ക്ക് വേറെയും മക്കളുണ്ടായിരുന്നല്ലോ. അത് എവിടെ പറയുന്നു? ഏതടുത്ത് പറയുന്നു? അത് ഇന്നടത്ത് പറയുന്നു. ആണോ? അത് സഹോദരങ്ങളല്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സഹോദരങ്ങളെന്ന് വിളിച്ചു എന്ന് ഞങ്ങൾക്ക് ബൈബിളിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് ശരി. അങ്ങനെ ആയിരിക്കട്ടെ. വചനത്തിൻ്റെ ആ വാക്യങ്ങളെ ഒന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം പ്രിയമുള്ളവരെ, നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നുവെങ്കിൽ. ഇവിടെ മത്തായി സുവിശേഷം 12-ാമത്തെ അധ്യായം. അവിടെ കർത്താവിനെ തേടി കർത്താവിൻ്റെ അമ്മ അവൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയിൽ അവൻ്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നു. അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരുടെ അടുക്കൽ ഇരിക്കുകയാണ്. ഇവിടെ ഏതെങ്കിലും പ്രത്യേകിച്ച് ഇങ്ങനെ ഉള്ള കാര്യത്തിന് സഹോദരങ്ങളെന്ന് പറയുന്നതായുണ്ടോ? ഈ താഴെ പറഞ്ഞ വാക്യത്തെ, ആ മുറിവാക്യത്തെ മുറിച്ചു വെച്ചിട്ട് ജനങ്ങളെ പഠിപ്പിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാം സഹോദരന്മാരാണ്, അല്ല മറിയയുടെ മക്കളല്ല. ഏത് സ്കൂളിലാണ് ഇവർ പഠിച്ചിരിക്കും? ശരി, താഴോട്ട് നമുക്ക് വായിക്കാം.
ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഏത് കൊച്ചു കുഞ്ഞിനും പറഞ്ഞാൽ മനസ്സിലാവൂല്ലയോ ഈ ഒരു വാക്യം? ഒരു അവിടെ കർത്താവിൻ്റെ അടുക്കൽ നിൽക്കുന്ന ഒരു വ്യക്തി പറയുകയാണ്, ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? അതിന് കർത്താവ് മറുപടി പറയുകയാണ്, ആരാണ് എൻ്റെ സഹോദരൻ, ആരാണ് എൻ്റെ അമ്മ? ഇതാ ശിഷ്യന്മാരുടെ കയ്യിൽ ഇങ്ങനെ വിരൽ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. കർത്താവ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന് കർത്താവോടെ പറയുകയാണ്. ഇവിടെ എങ്ങനെയാണ് ഈ അർത്ഥം ഉണ്ടാവുക? ഇവർ ഈ ഒരു മുറിവാക്യം വെച്ചുകൊണ്ട് അത് കർത്താവിൽ വിശ്വസിക്കുന്നവരെ എല്ലാവരെയും സഹോദരങ്ങൾ കർത്താവ് പറഞ്ഞു. അതാണ്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ഇതാ 13:53 ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തൻ്റെ പിതൃനഗരത്തിൽ വന്നു. കർത്താവ് ജനിച്ച നഗരത്തിൽ വരികയാണ്. യേശു ക്രിസ്തു ജനിച്ച നഗരത്തിൽ വന്നു. അവരുടെ പള്ളിയിൽ അവർക്ക് ഉപദേശിച്ച് അവർ വിസ്മയിച്ചു. ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചൻ്റെ മകൻ അല്ലയോ? അവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നവർ അല്ലയോ? ഇവൻ്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെ ഇല്ലയോ? ഇവന് ഇത് ഒക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് ഇവങ്കൽ ഇടറിപ്പോയി. എന്താണ് ഇവിടെ പറയുന്നത്? ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല്ലയോ? ആർക്കും മനസ്സിലാവില്ലയോ? പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് ജനിച്ച ഈ നാട്ടിൽ വന്നപ്പോൾ അയൽവാസികൾ, അവരെ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്നവർ, അവർ പറയുകയാണ്, ഇത് ഇവൻ്റെ സഹോദരിമാരെയല്ലേ നമ്മൾ കല്യാണം കഴിച്ചിരിക്കുന്നത്? ഇവൻ്റെ സഹോദരന്മാരല്ലേ യോസെ, യാക്കോബ്, ശീമോൻ, യൂദ, ഇവരൊക്കെ ഇവൻ്റെ സഹോദരങ്ങളല്ലയോ? ഇവൻ്റെ സഹോദരനല്ലേ എന്ന് ആൾക്കാർ പറയൂല്ലയോ? അതല്ലേ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ല വേറെ അർത്ഥം ഇതിൽ എന്തെങ്കിലും കാണാൻ സാധിക്കുന്നോ? വായിച്ചു നോക്കിയാൽ പിതൃനഗരത്തിൽ വന്നു. അപ്പോൾ ജനങ്ങളാണ് പറയുന്നത്, അവിടുത്തെ ജനം. എത്ര പൊട്ടത്തനമാണ് ഈ ജനങ്ങളെ ഇവർ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്! എത്ര പൊട്ടത്തനം! ജനവും അത് തന്നെ അനുസരിച്ചുകൊണ്ടിരിക്കുക, അത് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. സത്യം തിരിച്ചറിയാൻ തക്കവണ്ണം ഇവരുടെ ബുദ്ധി എന്തുകൊണ്ട് തുറക്കണില്ല? സത്യം തിരിച്ചറിയാൻ ഇവരുടെ ബുദ്ധിയെ എന്തുകൊണ്ട് തുറക്കുന്നില്ല എന്ന് അറിയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, അറിയില്ല. കേൾക്കുന്ന കാണുന്ന നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ബൈബിൾ എടുത്ത് വായിക്കുക. ഈ ബൈബിള് CSI ബൈബിൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തള്ളുന്നു. പ്രൊട്ടക്ഷൻ ബൈബിൾ എന്ന് പറഞ്ഞ് അവർ തള്ളുന്നു. എന്നാൽ നിങ്ങളെ കത്തോലിക്ക സഭ ബൈബിള് എടുത്തു വെച്ച് വായിക്കുക. ആ കത്തോലിക്ക മതം പഠിപ്പിക്കുന്ന ആ ബൈബിൾ എടുത്ത് വെച്ച് വായിക്കുക. ഈ വചനം അവിടെ ഉണ്ടോയെന്ന് എടുത്ത് വായിച്ച് നോക്കുക. മറിയയുടെ മക്കളാണത്. മറിയ പ്രസവിച്ചതാണ്. 6 മക്കൾ. കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ 7 മക്കളാണ്. അപ്പോൾ 7 മക്കളെ പ്രസവിച്ച ഒരു സ്ത്രീ കന്യക എന്ന് എങ്ങനെയാണ് ഇവർ അവതരിപ്പിക്കുന്നത്? സ്വർഗാരോഹണം ചെയ്തതെന്ന് അവർ വിശേഷിപ്പിച്ച് പറയുകയാണ്. ഏത് രൂപത്തിൽ പറയുന്നു? ഏത് ബൈബിളിലാണ്, ഏത് വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്? ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്ന് കാണിച്ചു തരുമെങ്കിൽ കാണിച്ചു തരി. എനിക്കും അത് കാണാൻ ആഗ്രഹമുണ്ട്. ഏത് വേദപുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്? വെറുതെ എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ച് അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് എനിക്കറിയില്ല. ഈ ജനവും തിരിച്ചറിയണില്ല. മധ്യസ്ഥൻ എന്ന് പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്. പ്രിയമുള്ളവരെ, കുറച്ചെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരിക. വലിയ അനർത്ഥങ്ങളും ദുഃഖങ്ങളും വേദനകളും നിങ്ങളുടെ കുടുംബത്തിൽ വരാൻ പോകുന്നു. ദൈവം വിടത്തില്ല. ഇവരുടെ സമയം കഴിഞ്ഞു. ഇനിയില്ല, സമയമില്ല. സാത്താൻ്റെ സമയം കഴിഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു വരാൻ പോകുന്നു.
കർത്താവിൻ്റെ വചനം നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം മാനസാന്തരപ്പെട്ടുകൊള്ളുവിൻ, എത്രയും വേഗം മാനസാന്തരപ്പെട്ടുകൊള്ളുവിൻ. എനിക്കൊന്നും തരണ്ട, നിങ്ങൾ എന്നെ വിശ്വസിക്കുകയും വേണ്ട. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിൽ മാത്രം. ചത്തവരെ വിളിക്കാതെ ദൈവത്തെ മാത്രം വിളിക്കുക. ഈ ഭൂമിയിൽ ജീവിച്ചാരും നിങ്ങളെ സഹായിക്കാൻ വരില്ല. യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ മധ്യസ്ഥൻ എന്ന് പറയുവാൻ. ഈ ഭൂമിയിൽ ജീവിച്ച ഒരുത്തരും നമ്മളെ സഹായിക്കാൻ വരില്ല. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ രക്ഷയില്ല. നിങ്ങൾ അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ വേണ്ടി പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ഇന്ന് ഭൂമിയിൽ ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യരുടെ ഇടയിൽ. നിങ്ങൾ അതുപോലും അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ കിടക്കുന്നു. ഏത് ആത്മാവിൽ കൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നു എന്ന് അറിയാമോ? ഏത് ആത്മാവിൽ കൂടെ? അത് ദൈവത്തിൻ്റെ ആത്മാവല്ല. എന്തുകൊണ്ടെന്നാൽ ഒരു പ്രാർത്ഥന തുടങ്ങുമ്പോൾ, ഒരു ആരാധന തുടങ്ങുമ്പോൾ, ഇല്ല സഭയിൽ ഒരു പൂജ തുടങ്ങുമ്പോൾ ആദ്യം വിളിക്കുന്നത് ഈ ഭൂമിയിലുള്ള മറിയയാണ് വിളിക്കുന്നത്. അമ്മ മറിയേ എന്ന് വിളിക്കും. വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. നീ അമ്മ മറിയേ എന്ന് വിളിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ദൈവം പുറത്തുപോയി. ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഇല്ല. നിങ്ങൾ വിളിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് വിളിക്കുന്ന ആ വ്യക്തികളിൽ പേരിൽ വരുന്ന ദുരാത്മാവ് അവിടെ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഇല്ല. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളത് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ വചനത്തെ നിങ്ങൾ എന്തിനു വളച്ചൊടിക്കുന്നു? എന്തിനാണ് വളച്ചൊടിക്കുന്നു? അപ്പോസ്തലന്മാർ നിങ്ങൾ പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറാകുക. യേശു ക്രിസ്തു പറഞ്ഞതനുസരിക്കാൻ തയ്യാറാകുക. അപ്പോസ്തലനായ യോഹന്നാൻ അത് പറയുകയാണ്. യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞതല്ലാതെ മറ്റൊന്നും വിശ്വസിക്കാനേ പാടില്ല എന്ന്. അതുപോലെ യോഹന്നാൻ പറയുകയാണ്, വിഗ്രഹങ്ങളോട് അകന്നിരിപ്പിൻ, വിഗ്രഹങ്ങൾ എന്ന് പറയുന്ന അതിനോട് അകന്നിരിപ്പിൻ മക്കളേ എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്. 1 യോഹന്നാനിൽ യേശു ക്രിസ്തു എന്ന ആ നമ്മുടെ രക്ഷകനെ പൂർണ്ണമായി വിശ്വസിക്കാൻ തയ്യാറാകുക. പ്രിയമുള്ളവരെ, പൂർണ്ണമായി വിശ്വസിക്കുവാൻ തയ്യാറാകുക. അല്ലാതെ ഈ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ ഒരു അമ്മയും നമ്മളെ സഹായിക്കാൻ വരത്തില്ല. ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയാണ്. അഭക്തി കാണിക്കുകയാണ്. അഭക്തി. അതാണ് ഞാൻ കഴിഞ്ഞ ഇതിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഈ അന്ത്യകാലത്ത് ഇവിടെ ഇങ്ങനെ സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ചുകൊണ്ട് ഇവർ ഇങ്ങനെ എൻ്റെ പുറകെ പോകുമെന്ന്. റോമയിൽ വെച്ചാണ് അപ്പോസ്തലനായ പൗലോസ് വിജാതികളിലേക്ക് തിരിയുന്നത്. ഇന്ന് നാം ഓരോരുത്തരും വിജാതികളിൽപ്പെട്ടവരാണ്. നമ്മളെല്ലാം ഒട്ടിച്ചിരിക്കുകയാണ് യേശു ക്രിസ്തുവിനോട്. അതായത് അന്ന് ഈ അബ്രഹാമിൻ്റെ സന്തതികളെന്ന് പറഞ്ഞ ഇവർ ആരും യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്തത് കൊണ്ട്, ഇവരുടെ സുവിശേഷം സ്വീകരിക്കാത്തത് കൊണ്ട് ഇവർ അവിടെ നിന്ന് വിജാതികളിലേക്ക് തിരിയുകയാണ്. അതിനെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ വ്യക്തമായി അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. റോമാലേഖനം 11-ാമത്തെ അധ്യായം എടുത്ത് വായിച്ചു നോക്കുക. റോമാലേഖനം 11-17 മുതൽ വായിക്കുമ്പോൾ അത് കാണാൻ സാധിക്കും. നമ്മൾ എന്തിനാണ് ഒട്ടിക്കപ്പെട്ടിരിക്കുകയാണ്? അവരുടെ അവിശ്വാസ നിമിത്തമാണ് നമ്മൾ ഒട്ടിക്കപ്പെട്ടത്. അവർ അന്യദൈവങ്ങളെ ആരാധിക്കാൻ പോയതുകൊണ്ട്, അവർ ദൈവത്തെ വിട്ട് വിലകി അവർ മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ പോയി. അവർ മരിച്ചവരോടന്ന് പ്രാർത്ഥിക്കാൻ പോയി. അന്നത്തെ പ്രഭുക്കന്മാർ മരിച്ചപ്പോൾ, അന്നത്തെ പ്രമാണികൾ മരിച്ചപ്പോൾ അവരുടെ സ്വരൂപങ്ങളെ ഉണ്ടാക്കി വെച്ച് അവരോട് അവർ പ്രാർത്ഥിക്കാൻ പോയി. അവരാണ് ദൈവമെന്നവർ വിശ്വസിച്ച് അവരെ കൂടെ പോയി. ബിലയാമിൻ്റെ ഉപദേശം സ്വീകരിച്ചവരായി പോയി. ബിലയാമിൻ്റെ ഉപദേശം, ബിലയാം എന്ന് പറയുന്നവൻ അതാണ്. അവൻ ആഭിചാരം ചെയ്തുകൊണ്ടിരുന്നവനാണ്. അവനാണ് വെളിച്ചപ്പാട് പറഞ്ഞുകൊണ്ടിരുന്നവൻ ബിലയാം. ആ ബിലയാമിൻ്റെ ഉപദേശം സ്വീകരിച്ചു അവർ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ്റെ ഉപദേശത്തിൽ കഴിയാതെ വിലകുക, വീണ്ടും വീണ്ടും എന്തിനാ അതിൻ്റെ പുറകേക്ക് പോകുന്നു എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിടെ വിളിച്ചു പറയുന്നത്. എന്തിനാ അവൻ്റെ പുറകെ പോകുന്നു? ബിലയാമിൻ്റെ ഉപദേശം സ്വീകരിക്കുവാൻ തക്കവണ്ണം എന്തിന് നിങ്ങളെ ഹൃദയങ്ങളെ കൊടുക്കുന്നു? ഇതാ റോമാലേഖനം 11-17 മുതൽ ഞാനിതാ വായിക്കുന്നു. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിൻ്റെ
ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല, വേർ നിന്നെ അത്രേ ചുമക്കുന്നുവെന്ന് ഓർക്ക. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിൻ്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതവും നിന്നിലോ നീ ദയയിലും നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. കണ്ടോ, അപ്പോസ്തലനായ പൗലോസിൽ കൂടെ ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് ചെറുതായിട്ടൊന്ന് ഞാൻ സൂചിപ്പിച്ചു. വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ കാട്ടൊലിവായിരുന്നു, നമ്മൾ അന്യജാതിക്കാരായിരുന്നു. അന്യജാതിയിൽപ്പെട്ടവരെ അവരുടെ അവിശ്വാസ നിമിത്തം, അവർ കർത്താവിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അവരുടെ അവിശ്വാസ നിമിത്തം നമ്മളെ അങ്ങ് ഒട്ടിക്കുകയാണ്, നമ്മൾ ഒട്ടിച്ചു വച്ചിരിക്കുകയാണ്. എന്നാൽ അവരെ അങ്ങ് മൊത്തമായി തള്ളിയെന്നല്ല, അവരും നല്ല പ്രവൃത്തി ചെയ്താൽ, അവരും വിശ്വസിച്ചാൽ അവരും ചേർക്കപ്പെടും. അപ്പോൾ ഈ ഒട്ടിച്ചു വെച്ച നമ്മൾ ക്രിസ്ത്യാനികളെന്ന് പറയുന്നു. ഈ ക്രിസ്ത്യാനികളായിരിക്കുന്നവർ ഇപ്പോൾ പറയുന്നത് ക്രിസ്തു മതം എന്നാണ്. ഏത് മതമാണ് പ്രിയമുള്ളവർ? ഏത് മതം? ക്രിസ്തു മതമാ. അങ്ങനെ ഒരു മതം സ്ഥാപിക്കാൻ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നില്ലല്ലോ പ്രിയമുള്ള സഹോദര സഹോദരി. ഒരു മതവും സ്ഥാപിക്കാൻ വന്നില്ലല്ലോ. തന്നിൽ വിശ്വസിക്കുന്നവരെ ദൈവമക്കൾ എന്ന് പറയുന്നു കർത്താവ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവമക്കൾ എന്നാണ് പറയുന്നത്. ക്രിസ്തീയ മതം എൻ്റെ മതത്തിൽപ്പെട്ടവരാണെന്ന് പറയുന്നില്ലല്ലോ. അങ്ങനെ ഒരു മതം ഈ ബുക്കിൽ പഠിപ്പിക്കുന്നതായി പറയുന്നില്ലല്ലോ പ്രിയമുള്ള സഹോദര സഹോദരി. എങ്ങനെയാണ് നിൻ്റെ തലയിനകത്ത് ഈ ഇതിനെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്? ക്രിസ്തു മതം. മാനസാന്തരപ്പെടുമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുക. അല്ല, നീ വലിയ പഠിപ്പുള്ളവരായിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ, ഏത് തരത്തിലായിക്കോട്ടെ, എന്ത് തന്നെ വന്നാലും ശരി, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തോടുകൂടെ കൂട്ടാനോ കുറയ്ക്കാനോ ആർക്കും സാധിക്കുകയില്ല. അപ്പോസ്തലനായ പൗലോസ് യോഹന്നാൻ വെളിപ്പാട് പുസ്തകം അവസാന ഭാഗത്തിൽ അത് പറയുകയാണ്. ഇത്രയും പറഞ്ഞപ്പോൾ യോഹന്നാന് തോന്നി ഈ ദൂതൻ്റെ കാൽക്കൽ വീഴുക എന്ന്. അവിടെ നോക്കുക, വെളിപ്പാട് പുസ്തകം അവസാനത്തെ 22-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, 8-ാമത്തെ വാക്യം, 8-9 വാക്യം. ഇത് കേൾക്കുകയും കാണുകയും ചെയ്ത യോഹന്നാൻ എന്ന ഞാൻ തന്നെ കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതൻ്റെ കാൽക്കൽ ഞാൻ വീണു നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അരുത്, അതരുത്. ദൂതൻ്റെ കാൽക്കൽ വീണപ്പോൾ ദൂതൻ പറയുകയാണ്, കർത്താവിൻ്റെ ദൂതൻ, ഇത് വെളിപ്പെടുത്തിയ ദൂതൻ, ഈ വെളിപ്പാട് പുസ്തകം കൊടുത്ത ദൂതൻ, ആ ദൂതൻ്റെ കാൽക്കൽ വീണപ്പോൾ ദൂതൻ പറയുന്നതാണ് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നതാണ്. കുറച്ചെങ്കിലും ചിന്തിച്ചു നോക്കുക. കുറച്ചെങ്കിലും നിങ്ങളെ തലയിൽ ഇരിക്കുന്ന കളിമണ്ണിനെ എടുത്ത് മാറ്റിയിട്ട് ദൈവത്തിൻ്റെ വചനത്തെ കയറ്റുക. ദൈവവചനം. ആരെങ്കിലും പിന്മാറി പോകുവാൻ ആഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ അവർക്കും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ നാശത്തിലേക്ക് പോകും. നിങ്ങളെ നാശത്തിന് ഉത്തരവാദി നിങ്ങളായിരിക്കും, മറ്റാരുമല്ല. നിങ്ങൾ തന്നെ അതിൻ്റെ നാശത്തിന് ഉത്തരവാദി. കർത്താവിൻ്റെ വചനം വിട്ട് നിങ്ങൾ ഒരിക്കലും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതിരിക്കുക. ഇതാ അവിടെ വീണ്ടും പറയുന്നു, എന്നാൽ അവൻ എന്നോട്, അതരുത്, ഞാൻ നിൻ്റെയും നിൻ്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ. ദൂതൻ പറയുകയാണ്, കർത്താവിൻ്റെ ദൂതൻ പറയുകയാണ്, ഈ പ്രമാണം അനുസരിക്കുന്നവരെയും പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. ദൂതൻ്റെ കാൽക്കൽ അറിയാതെ വീണുപോയി. കാരണം ഇത്രയും വെളിപ്പെടുത്തിയ ഒരു വലിയ
ദൈവത്തിൻ്റെ ദൂതനാണല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ്റെ കാൽക്കൽ വീണു അപ്പോസ്തലനായ യോഹന്നാൻ. അപ്പം ദൂതൻ വിലക്കി, അതരുത്, നീ അങ്ങനെ ചെയ്യരുത്, നീ ദൈവത്തെ നമസ്കരിക്ക്. ഒരു ദൂതൻ പറയുകയാണ് ദൈവത്തെ നമസ്കരിക്കുന്നത്. അപ്പോൾ ഇവ ഈ ലോകത്തിൽ രാവിലെ എണീറ്റ് ഒരു 10 മിനിറ്റ് ഇല്ല, 1 സെക്കൻഡ് കഴിഞ്ഞാൽ അവൻ്റെ പ്രാണൻ എന്താവും എന്നറിയാത്ത ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ എന്തിനാണ് അതിനെയൊക്കെ വിശ്വസിക്കാൻ പോകുന്നു? ജീവിക്കുന്ന വചനം, ജീവനുള്ള വചനം, ഈ വചനം ഏത് സഭയിൽപ്പെട്ടവൻ്റെ കയ്യിലും ഈ വചനമുണ്ട്. ഈ പാരമ്പര്യ ക്രിസ്തീയ മതം എന്ന് പറഞ്ഞ് നടക്കുന്നവൻ്റെ കയ്യിലും ഈ വചനമുണ്ട്. എടുത്തൊന്ന് വായിച്ചു നോക്കുക, വെളിപ്പാട് പുസ്തകത്തിൽ. നീ അത് ചെയ്യരുത്, ഞാൻ നിങ്ങളുടെ സഹഭൃത്യൻ, ഞാനൊരു സ്നേഹിതനാണ്, ദൈവത്തെ നമസ്കരിക്ക്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ദൂതൻ പോലും പറഞ്ഞിട്ട് ഈ ജനം അനുസരിക്കുന്നില്ല എങ്കിൽ ഇവരെ ആര് ഇനി തിരുത്തും? ദൈവത്തിൻ്റെ ദൂതൻ പോലും പറഞ്ഞു ദൈവത്തെ മാത്രം നീ നമസ്കരിക്ക്. ആ ദൂതനോട് എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുന്നു. അപ്പോൾ അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള ആത്മാവ് ആർക്കാണ് നൽകിയത്? ഒരു അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള ആത്മാവ് ആർക്കാണ് നൽകിയത്? പ്രിയമുള്ളവരെ, കുറച്ചെങ്കിലും മനസ്സിൽ ദൈവഭയമുണ്ടോ? കുറച്ചെങ്കിലും ദൈവഭയമുണ്ടോ? എന്നാൽ നിങ്ങൾ ഭയപ്പെടാതെ ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുക. നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ നല്ലതാണ് ചെയ്യണമെന്ന്, ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പ്രിയമുള്ളവരെ, ഇതെനിക്ക് വ്യക്തമായി ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. ഇതുപോലെ എത്രയോ പേർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. തെറ്റാണ്. മരിച്ചവരോടും മൗനതയിലായവരോടും പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് വീണ്ടും 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 പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ള അന്ധവിശ്വാസം നിന്ന് പിന്തിരിയുക. വിഗ്രഹാരാധികൾ ഒരിക്കലും ദൈവരാജ്യം കാണുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. വ്യക്തമായി പറയുകയാണ്. അവിടെ വ്യക്തമായി ഇത് പറയുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് അത് ഈ തിരുവചനത്തിൽ തന്നെ അപ്പോസ്തലനായ യോഹന്നാൻ അത് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളത് എടുത്ത് വായിക്കുക. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അളുക്കാടുന്നവൻ ഇനി അളുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. ഞാൻ അല്പേകവും ഓമയകവും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടെ നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവൻ ഭാഗ്യവാന്മാർ. നായ്ക്കൾ, സൂത്രക്കാർ, ദുർനടപ്പുകാർ, കുലപാതകന്മാർ, ബിംബാരാധികൾ, പോസ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന യവനും പുറത്തു തന്നെ. നായ്ക്കൾ, സൂത്രക്കാർ, ദുർനടപ്പുകാർ, കുലപാതകന്മാർ, ബിംബാരാധികൾ, പോസ്കിൽ പ്രിയപ്പെടുന്നവർ. ഈ പോസ്ക് എന്ന് പറയുന്ന ഇതൊക്കെ പോസ്കാണ്. ഇതിൽ പ്രിയപ്പെടുന്നവർ, ബിംബത്തെ ആരാധിക്കുന്നവർ. പ്രിയമുള്ളവരെ, ഞാൻ എപ്പോഴും ഇത് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ബിംബം, ഈ ഭൂമിയിൽ ആരുടെയെങ്കിലും ബിംബം ഉണ്ടാക്കി വെച്ച് അതിൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്നത്, തിരികൊളുത്തുന്നത്, അതിനെ സേവിക്കുന്നത്, അതിന് മാലയിടുന്നത് എല്ലാം തെറ്റാണ്. അത് ആരാധനയാണ്. അതിൽ പ്രിയപ്പെടുന്ന എല്ലാവരും പുറത്തു തന്നെ. അവർ ആരും ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലില്ല. ഇവരൊക്കെ വലിയ ശിക്ഷയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിയണം. ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിന് ഇതില്ല. ദൈവമായിട്ടുള്ള ഒരു ബന്ധവുമില്ല. ഇവരെ എല്ലാം അന്ധവിശ്വാസത്തിൽ അവരെ കടിപ്പിച്ചു വച്ചിരിക്കുകയാണ്. മധ്യസ്ഥൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. സർവ്വതും യേശു ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എല്ലാ അന്ധവിശ്വാസങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം വിശ്വസിച്ച് നമ്മൾ ക്രിസ്തു കാണിച്ച ആ മാർഗത്തിൽ നടന്ന് സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ തയ്യാറാകുക. മാനസാന്തരപ്പെടുക. സർവ്വതയും ഉപേക്ഷിക്കുക.
ഇതൊന്നും ദൈവികമല്ല. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഇതൊന്നും പാടില്ല എന്ന് വ്യക്തമായി തിരുവചനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഒരു ദൂതൻ്റെ കാൽക്കൽ വീണപ്പോൾ പോലും ദൂതൻ വിലക്കി, നീ അത് ചെയ്യരുത്, ദൈവത്തെ മാത്രം നമസ്കരിക്കുക എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ലോകത്തിൽ ജീവിച്ചു പോയ ഈ അപ്പോസ്തലന്മാരെ ഇവരൊക്കെ നിങ്ങൾ വിളിച്ചാൽ അവർ വന്ന് എങ്ങനെ സഹായിക്കും? അപ്പാ പിതാവേ നീ എന്തുകൊണ്ട് വിളിച്ച് അടുത്തു പോകുന്നില്ല? നിനക്ക് മാനസാന്തരം ഉണ്ടാകാത്തത് കൊണ്ടല്ലേ നീ അടുക്കാത്തത്? അന്നത്തെ ഇസ്രായേൽ ജനത്തെ പോലെ. ഇസ്രായേൽ ജനം ഇതുപോലെ ദൈവത്തോട് അടുക്കാൻ ഭയപ്പെട്ടുകൊണ്ടിരുന്നു. മോശയായി മധ്യസ്ഥനായി നിർത്തി, നീ സംസാരിച്ചാൽ മതി, നീ ഞങ്ങളോട് വന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമുക്ക് നമ്മളെ പാവങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. പരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്കൽ ഞാൻ അടുക്കണ്ട, അതുകൊണ്ട് ഞാൻ തോന്നിയ വഴിക്കങ്ങ് പോകാം, എല്ലാ അശുദ്ധിയും എല്ലാ തിന്മയും ചെയ്യാം, തോന്നിയവാസം ജീവിച്ചുകൊണ്ട് എൻ്റെ അമ്മയെ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഗബ്രിയേലെ അപേക്ഷിക്കണമേ, ദൂതന്മാരെ അപേക്ഷിക്കണമേ, അപ്പോസ്തലന്മാരെ അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി അപേക്ഷിക്കാൻ വരുമെന്നാണോ? നീ തോന്നിയവാസം ജീവിക്കും, അവർ നിനക്ക് വേണ്ടി, ചത്തവർ ഈ ഭൂമിയിൽ നിന്ന് പോയവർ വന്ന് നിനക്ക് വേണ്ടി അപേക്ഷിക്കും. ഇതെന്ത് വിശ്വാസമാണ് കൊണ്ട് നടക്കണേ? എന്ത് വിശ്വാസമാണ് കൊണ്ടു നടക്കണേ? മരിച്ചവരും മൗനതയിലായവരും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കീർത്തനക്കാരൻ 115:17 വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു വ്യക്തി മരിച്ചു പോയാൽ, ആ മൗനതയിലായിപ്പോയാൽ അവൻ ആരും നമ്മളെ സഹായിക്കില്ല എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നീ ഇതിൻ്റെ പുറകെ എന്തിനു പോണ്? എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? നീ നാശത്തിലേക്കല്ലേ പോകുന്നത്? ദൈവമായിട്ട് നിനക്കൊരു ബന്ധമുണ്ടേ? അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്തിൻ്റെ ആത്മാവിനെ കർത്താവായ യേശു ക്രിസ്തു തന്നിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തോട് അടുക്കാൻ നീ മാനസാന്തരപ്പെടാത്തത് എന്തുകൊണ്ട് മാനസാന്തരപ്പെടുന്നില്ല? എന്തുകൊണ്ട് നീ വീണ്ടും ജനിക്കുന്നില്ല? തിന്മ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ. ആ തിരുവചനത്തിൽ, ഗലാത്യ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ ഞാൻ അത് ഓർമ്മപ്പെടുത്തി. അതിൽ എഴുതിയിരിക്കുകയാണല്ലോ, ജഡത്തിൻ്റെ പ്രവൃത്തി. ആ ജഡത്തെ എന്തുകൊണ്ട് മരിപ്പിക്കുന്നില്ല? ആത്മീയഫലം കായ്ച്ചാൽ നീ ദൈവത്തോട് അടുക്കാമല്ലോ. നീ ചത്തവരെ വിളിച്ചുകൊണ്ട് നീ പുറകെ എന്തിനു നിൽക്കുന്നു? അങ്ങനെ അതുകൊണ്ട് നിനക്ക് എന്ത് നേട്ടം ഉണ്ടാവും? ഒരു നേട്ടം ഉണ്ടാകാൻ പോണില്ല. നീ അവസാനം നിനക്ക് പോകേണ്ട ഇടം പാതാളം തന്നെയാണെന്ന് വ്യക്തമായി തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. അല്ല, ഞാൻ പറയുന്നതല്ല. എനിക്കാരെയും വിധിക്കാനുള്ള അധികാരം ദൈവം തന്നിട്ടുമില്ല. എന്നാൽ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് പറയാം. കർത്താവ് വചനത്തിൽ വ്യക്തമായി അതിനെ പറയുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാം. അല്ലാതെ എനിക്ക് ആരെയും വിധിക്കണ്ട. ഞാൻ ആരെയും വിധിക്കാനും പോണില്ല. വിധിക്കുന്നതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ വിധിക്കും. അവൻ്റെ വചനമാണിത്. ആ കർത്താവ് തന്ന വചനമാണ്. ആ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനമാണ്. ആ വചനം തന്നെ വിധിക്കും. ആ വചനം വിധിക്കും. ഞാൻ പറഞ്ഞ വചനം തന്നെ ആ നാളിൽ നിങ്ങളെ വിധിക്കും. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിങ്ങൾക്ക് അന്ന് വിധി കൽപ്പിക്കുമെന്ന്. എന്ത് കഷ്ടമായി പോയി. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോയ വ്യക്തികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എത്ര വലിയ മൂഢത്തനമാണെന്ന് കർത്താവായ യേശു ക്രിസ്തു പോലും ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുകയാണ്. ഇതിനെക്കുറിച്ച് വ്യക്തമായി മത്തായി സുവിശേഷത്തിൽ അതിനെ വ്യക്തമായി പറയുകയാണ്. ഇതാ, അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക എങ്ങനെയെങ്കിലും. സ്തോത്രം. മത്തായി സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൽ ഇതാ 29 തൊട്ടുള്ള വാക്യം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം. നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിതും നീതിമാന്മാരുടെ കല്ലറകളെ അലങ്കരിച്ചും കൊണ്ട് ഞങ്ങൾ പിതാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്നു എങ്കിൽ പ്രവാചകന്മാരെ കൊല്ലുന്നതിൽ കൂട്ടാളികൾ ആകയില്ലായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കൾ എന്ന് ഞങ്ങൾ തന്നെ സാക്ഷ്യം പറയുന്നുവല്ലോ. പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിച്ചു കൊള്ളുവിൻ. പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? ഇത് കപടഭക്തിയാണ്.
കർത്താവ് പറയുന്നു ഇത് കപടഭക്തിയാണ്. പ്രവാചകന്മാരുടെ കല്ലറകളെ പണിയുന്നവൻ കപടഭക്തിയിലാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതാണ് പ്രിയമുള്ളവരെ, പ്രവാചകന്മാരുടെ കല്ലറകളെ പണിയുന്നവൻ, ആ കല്ലറകളെ പണിത് അലങ്കരിക്കുന്നവൻ, അത് തന്നെയാണിത്. ഒരു കൂട്ടം ജനം ഉണ്ടായിരുന്നു അന്ന്. ആ ബിലയാമിൻ്റെ വിശ്വാസത്തിൽ കഴിഞ്ഞവരാണവർ. ഈ പരീശന്മാരും ഇങ്ങനെയുള്ളവർ തന്നെ. കർത്താവ് അതിനെക്കുറിച്ചാണ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാമ്പുകളെ, സർപ്പസന്തതികളെ എന്നാണ് അവരെ വിളിക്കുന്നത്. കപടഭക്തിക്കാരെ എന്നാണ് വിളിക്കുന്നത്. പ്രവാചകന്മാരുടെ കല്ലറകളെ പണിത്, നീതിമാന്മാരുടെ കല്ലറകളെ അലങ്കരിച്ച്, ഏത് പ്രവാചകനാണ് നീ ഇങ്ങനെ ചെയ്താൽ നിന്നെ സഹായിക്കാൻ വരും? കപടഭക്തി എന്നാണ് അതിന് പേര് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു. ഈ കല്ലറകളെ പണിയുന്നതെന്ന് പറഞ്ഞ് ഇത് തന്നെയാണ്. ഒരു ചത്തവൻ്റെ കല്ലറകളെ അലങ്കരിക്കുന്നതാണ്. അവനോട് പിന്നെ സഹായം ചോദിക്കുന്നത് ദൈവം എങ്ങനെ പൊറുക്കും? പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും ശാസ്ത്രിമാരെയും ഒക്കെ കല്ലറകളെ പണിത് അവരുടെ മുമ്പിൽ ചെന്നിരുന്നുകൊണ്ട് മുട്ടുമടക്കി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞ ചത്തവൻ്റെ ആത്മാവ് പൊക്കഴിഞ്ഞു. അത് ഒന്ന് നല്ലതാണെങ്കിൽ സ്വർഗത്തിലേക്ക്, അതായത് പരദീസയിലേക്ക് പോയി, മുകളിൽ പാതാളത്തിലേക്ക് പോയി. അവൻ മോശമായിട്ട് ജീവിച്ചനാണെങ്കിൽ നരകത്തിലേക്ക്, താഴത്തെ പാതാളത്തിലേക്ക് പോയി. അവിടെയാണ് ധനവാൻ കിടക്കുന്നത്, മുകൾ പാതാളം. അതിലാണ് ആബ്രഹാം പിതാവ്, പരദീസ എന്ന് പറയുന്ന സ്ഥലം. അവർ മൗനതയിലാണെന്ന് പറഞ്ഞാൽ അവർ ഇപ്പോഴും ആരെയും സഹായിക്കാൻ വേണ്ടി ഇരിക്കുന്നവരല്ല, എന്നാൽ അവർ ജീവിച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അവർ ജീവിച്ചിരിക്കുകയാണ്. എന്നാൽ അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. നമ്മളുമായിട്ടൊരു ബന്ധവുമില്ല അവർക്ക്. അത് തന്നെയാണ് വ്യക്തമായി ഇന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ഉപമയിൽ കൂടെ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ്. ഇവിടെ ഇതാ പറയുന്നു, കർത്താവ് യേശു ക്രിസ്തു തന്നെ പറയുന്നു, കപടഭക്തിക്കാരെ, സർപ്പസന്തതികളെ എന്നാണ് അവരെ വിളിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ ഈ ശാപത്തിനടിമയാകുന്നു? ദൈവത്തിൽ നിന്ന് കിട്ടേണ്ട ആ അനുഗ്രഹം, ദൈവത്തിൽ നിന്ന് കിട്ടേണ്ട സുഖം, അത് എന്തുകൊണ്ട് നിങ്ങൾ നിഷേധിച്ച് കളയുന്നു? എന്ത് കിട്ടുന്നതാണെന്നാണ് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അതിന് അടിമയായി പോകുന്നു. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എന്താണെന്നൊന്ന് തിരിച്ചറിയേ. പരിശുദ്ധാത്മാവ് എന്താണെന്ന്, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഈ ഏതൊരു വ്യക്തിയും ശക്തി പ്രാപിക്കും. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്ക്. അപ്പാ പിതാവേ എന്ന് വിളിക്ക്, ധൈര്യത്തോടെ വിളിക്ക്. ഇല്ല, അമ്മയെ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അമ്മയെ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അപ്പോസ്തലന്മാരെ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇതെന്ത് വിശ്വാസമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ? ചത്തവരോട് പ്രാർത്ഥിക്കുന്നത്. ഇതിനൊക്കെ ഉപേക്ഷിക്കുക. എൻ്റെ അടുത്ത് ഒരാൾ പറയുകയാണ്, അമ്മ സ്വർഗത്തിലെ റാണിയായിരിക്കുകയാണ്. അമ്മ സ്വർഗത്തിലെ റാണി. എങ്ങനെ റാണിയായി? ആര് റാണിയാക്കി? ഏത് വചനം പഠിച്ചിട്ടാണ് പറയുന്നത് സ്വർഗത്തിലെ റാണിയായി എന്ന്? സ്വർഗാരോഹണം ചെയ്തെന്ന് ഏത് ബൈബിൾ പഠിച്ചിട്ടാണ്? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് വിശ്വസിച്ച് പോയി നശിക്കല്ലേ പ്രിയമുള്ള സഹോദര സഹോദരി, പോയി നശിക്കല്ലേ. ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്കും ഇതേ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമം കർത്താവായ യേശു ക്രിസ്തു എന്ന ഏകനാമമേ ഉള്ളൂ. അത് രക്ഷിക്കാനും ശരി, വിടുവിക്കാനും ശരി, സകലത്തിനും ശരി യേശു ക്രിസ്തു എന്ന നാമം മാത്രമേ ഉള്ളൂ. മാത്രം. വേറെ ഒരു നാമവും നമ്മളെ രക്ഷിക്കത്തില്ല. യേശു ക്രിസ്തു എന്ന നാമം മാത്രമാണ് പ്രിയമുള്ളവരെ. അവനെ എത്ര വിളിച്ചാലും മതിയാവുകയില്ല. അത്രമാത്രം സ്നേഹമുള്ള, ദയയുള്ള, കരുണയുള്ള ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവെ പോലും മറിയ പിതാവേ, കർത്താവേ എന്ന് വിളിച്ചു. ആ ക്രിസ്തുവിൽ നിന്നും വരുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. ആ യേശു ക്രിസ്തുവിൽ നിന്ന് വരുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. പ്രിയ സഹോദര സഹോദരി, അപ്പോസ്തല പ്രവൃത്തി എടുത്ത് വായിച്ചു നോക്കുക. അല്ലാതെ ഇവർ പഠിപ്പിക്കുന്ന മുറിവാക്യം കൊണ്ട് പഠിപ്പിക്കുന്ന സഹോദരങ്ങൾ എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞു, അതുകൊണ്ട് ആ സഹോദരനല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. മറിയയുടെ മക്കളാണത്. വെറുതെ വിട്ടിത്തനങ്ങൾ വിളിച്ചു പറയുന്നവൻ്റെ വാക്കുകൾ കേട്ട് നിങ്ങളെ ജീവിതം നശിപ്പിക്കല്ലേ. നല്ലൊരു ജീവിതം കർത്താവ് വച്ചിട്ടുണ്ട്, നല്ലൊരു ജീവിതം. അതിനെ നിങ്ങൾ നശിപ്പിച്ച് കളയല്ലേ എന്ന് വീണ്ടും വീണ്ടും
ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഇല്ല എങ്കിൽ തള്ളിക്കളയാം. ഇല്ല എങ്കിൽ കർത്താവിനെ പറഞ്ഞതുപോലെ ഇവൻ ഭ്രാന്തനാണ്, ഇവന് ഭൂതം പിടിച്ചിരിക്കുന്നു, ഇവന് സാത്താനാണ്, ഇവൻ പറയുന്നത് സാത്താൻ്റെ വാക്കാണ് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ ആ മനസ്സിൻ്റെ ധൈര്യത്തിന് വേണ്ടി, ഒരു ആശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പറഞ്ഞോളൂ. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഗുരുവായ കർത്താവിനെ ഈ ലോകം പറഞ്ഞല്ലോ. എൻ്റെ ഗുരു എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാൻ ഇന്നും നെഞ്ചു വീഴ്ത്തി എപ്പോഴും പറയും, എൻ്റെ ഗുരു എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ഗുരുവിനെ പോലും പറഞ്ഞല്ലോ ഈ ലോകം. എന്തെല്ലാം പറഞ്ഞു, ഇവൻ ഭ്രാന്തൻ, ഇവന് ഭൂതം പിടിച്ചിരിക്കുന്നു, ഇവൻ വിവരം കെട്ടവൻ, എന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം ഈ ലോകം പറഞ്ഞു. ഇവൻ അറിവില്ലാത്തവനാണ്, ഇവൻ ബെസബേലിനെ കൊണ്ടാണ് ഭൂതം പുറത്താക്കണമെന്ന്, ഇവൻ ഭൂതം പിടിച്ചിരിക്കണമെന്ന് പറഞ്ഞു, ഭൂതത്തിൻ്റെ തലവനെ കൊണ്ട് ഭൂതത്തെ പുറത്താക്കണമെന്ന് പറഞ്ഞു, എന്തെല്ലാം പറഞ്ഞു. എൻ്റെ ഗുരുവിനെ അങ്ങനെ പറഞ്ഞെങ്കിൽ എന്നെ പറയുന്നതിൽ ഒരു ഇതുമില്ല. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഞാൻ ഈ സുവിശേഷം പറഞ്ഞപ്പോൾ അപ്പാലേ പോ സാത്താനേ എന്ന് പറഞ്ഞു. അപ്പാലേ പോ സാത്താനേ എന്ന്. ഞാൻ പറഞ്ഞു, ദൈവമേ സ്തോത്രം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന എൻ്റെ സഹോദര സഹോദരി, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്നെ, എനിക്ക് ഒരു കുഴപ്പവുമില്ല. എന്നെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. കർത്താവിൻ്റെ സുവിശേഷം പറഞ്ഞപ്പോൾ എന്നെ നോക്കി പറഞ്ഞതാണ് അപ്പാലേ പോ സാത്താനേ എന്ന്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് സാരമില്ല. എൻ്റെ ഗുരുവിനെ അങ്ങനെ പറഞ്ഞതാണ്. എന്നാൽ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ മനുഷ്യന് രക്ഷയില്ല. നിനക്ക് സുഖം വേണോ, നിനക്ക് സന്തോഷം വേണോ, നിനക്ക് സമാധാനം വേണോ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിടുതൽ വേണോ, യേശു ക്രിസ്തുവിനെ മാത്രം മുറുകെ പിടിക്കുക, യേശു ക്രിസ്തുവിനെ മാത്രം വിളിക്കുക. അവൻ വിടുവിക്കും, അവൻ രക്ഷിക്കും, അവൻ സഹായിക്കും, അവൻ സർവശക്തനാണ്. വീണ്ടും വീണ്ടും പറയാണ്, അവൻ സർവശക്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ എൻ്റെ ദൈവം ഈ തിരുവചനങ്ങൾ കേട്ട എല്ലാവരെയും അവർ വിശ്വസിക്കുന്നുവെങ്കിൽ അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, അവരെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ വാക്ക് ഇവിടെ നിർത്തുന്നു. സ്തോത്രം.